ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ടും അതിൽ ചില മത്സരാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൗസിന് പുറത്തും തുടരുന്നുണ്ട്. അതിലൊന്ന് അസീറോക്കും സിജോ ജോണും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. വാക്ക് തർക്കത്തിനിടെ സിജോയുടെ മുഖത്ത് ഇടിച്ചതിന്റെ പേരിലാണ് അസീറോക്കി ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താകപ്പെട്ടത്. ഹൗസിൽ പ്രവേശിച്ചവർ 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും അസീറോക്കി ഷോയിൽ നിന്ന് പുറത്തായി. സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്യുക എന്നത് ബിഗ് ബോസ് ഷോയുടെ നിയമങ്ങൾക്ക് എതിരാണ്. അതിനാലാണ് സംഭവം നടന്ന് അടുത്ത നിമിഷം തന്നെ റോക്കി ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. മാത്രമല്ല, സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിൽ പോലും റോക്കിയെ ബിഗ് ബോസ് ടീം പങ്കെടുപ്പിച്ചില്ല. സിജോയെ ഇടിച്ച് പരിക്കേൽപ്പിച്ച വിഷയത്തിൽ തുടക്കത്തിൽ മാപ്പ് പറയാൻ അസീറോക്കി തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ആ സംഭവത്തിലെ സ്വന്തം ഭാഗം ന്യായീകരിച്ച ശേഷമാണ് അസീറോക്കി സിജോയോട് മാപ്പ് ചോദിച്ചതും. എന്നാൽ റോക്കിയുടെ മാപ്പ് താൻ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നാണ് സിജോ പുതിയ വീഡിയോയിൽ പറയുന്നത്. അസീറോക്കി ബിഗ് ബോസിലല്ല പോകേണ്ടിയിരുന്നത്, കോമഡി സ്റ്റാർസിലായിരുന്നു പങ്കെടുക്കേണ്ടതെന്നും റോക്കിയുടെ മാപ്പ് സ്വീകരിച്ചാൽ ഞാനും റോക്കിയെ പോലെ മണ്ടനാവുമെന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ സിജോ പറയുന്നുണ്ട്. റോക്കിയുടെ സോറിയെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്തെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. ആദ്യം പ്രതികരിക്കേണ്ടെന്ന് കരുതിയതാണ്. കാരണം പുള്ളിക്കാരൻ വെള്ളവും ബോധമില്ലാതെയും വിവരമില്ലാതെയും ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എനിക്ക് ആ സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ ഉണ്ടായിരുന്നുവെന്ന്. കൺഫെഷൻ റൂമിൽ കിടന്ന് കരഞ്ഞപ്പോൾ അറിയുന്നില്ലെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ അറിയാമായിരുന്നില്ലേ? നീ തന്നെ കാശ് കൊടുത്തതല്ലേ എയർപോർട്ടിൽ ആളുകളെ കൂട്ടിയതും അവരെ കൊണ്ട് മാലയും കിരീടവും ഒക്കെ ധരിപ്പിച്ചതും? ആ മാലയ്ക്ക് എത്ര രൂപയാണ്? എന്തായാലും സംഭവമൊക്കെ കൊള്ളാം. സർജറിക്ക് ശേഷം 28 ദിവസത്തോളം ഞാൻ ഹൗസിൽ നിന്ന് മാറി നിന്നു. ഈ സമയത്ത് ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ, മര്യാദയ്ക്കൊരു അംശം ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്ത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചേനെ. അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. കുണുവാവെ അത് ചെയ്തില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സിനൊന്നും നന്നായി അറിയാവുന്ന ഒരു കുണുവാവ അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫിനാലെ എല്ലാം കഴിഞ്ഞിട്ട് ആരെയും ബോധിപ്പിക്കാൻ നീ നാടകം കളിച്ച് ഉളുപ്പില്ലാത്ത സോറി പറച്ചിൽ നടത്തുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാനും നിന്നെപ്പോലെ മണ്ടനല്ല. അതുകൊണ്ട് എനിക്ക് കുണ്ണാവയുടെ സോറി വേണ്ട. നീ എപ്പോഴും പറയാറുള്ള നിന്റെ മാൻഷന്റെ അടിയിൽ ഈ സോറി എടുത്ത് പൂഴ്ത്തി വെച്ചോളൂ. നിന്റെ കലാപരിപാടികളൊന്നും നിർത്തരുത്. കിണ്ണം സാധനമാണ്. നീ ബിഗ് ബോസിലായിരുന്നില്ല, ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഓരോന്ന് സ്വയം കാണിക്കുമ്പോൾ നിനക്ക് മാസായി തോന്നുമെങ്കിലും എനിക്കത് കാണുമ്പോൾ നല്ല ചിരി വരുന്നുണ്ട്. മാസാണ് പറഞ്ഞ് ഇത്രയും വിവരക്കേട് കാണിക്കാൻ ഇന്ന് കേരളത്തിൽ വേറെ ആളില്ല. ഈ വിവരക്കേട് നിർത്തരുത്. വിവരക്കേടും ബോധമില്ലായ്മയെ അഹങ്കാരമാക്കി കൊണ്ടു നടക്കുന്നത് ഇനിയും തുടരുക എന്നാണ് സിജോ പുതിയ വീഡിയോ റോക്കിയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്.